ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ദോശയാണ് മുളക് ദോശ. അതിനായിട്ട് ഒരു ഗ്ലാസ് അരി എടുക്കുക. അതേ ഗ്ലാസ്സിൽ തന്നെ ധാന്യങ്ങളുടെ മിക്സ് എടുക്കുക. ധാന്യങ്ങളുടെ മിക്സ് എന്ന് പറയുമ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, കടല. അത് വെള്ളക്കടലയോ കറുത്ത കടലയോ നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. പിന്നെ സ്ഥിരം ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കഴുകി ഇത് 8 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. 8 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, റെഡ് ചില്ലി അല്ലെങ്കിൽ മുളക് പൊടി നമുക്കിവിടെ ഇടാം, കുറച്ച് കറിവേപ്പില, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പം നമ്മൾ സ്ഥിരമായിട്ട് ദോശമാവ് അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. മുരിങ്ങയില ആഡ് ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്. പക്ഷേ ഇത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ദോശ ചൂടാം. ഇത് നമ്മുടെ നോർമലായിട്ട് ദോശ ചൂടുന്ന പോലെ തന്നെ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. ഇത് 2 സൈഡ് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ചുട്ടെടുക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് നെയ്യോ ചേർക്കാവുന്നതാണ്. കൂടുതൽ നല്ലത് വെളിച്ചെണ്ണയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ തക്കാളി ചമ്മന്തിയാണ്. നല്ല എരിവുള്ള തക്കാളി ചമ്മന്തിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ദോശയെ കാണാം കേട്ടോ. ബൈ.